കല്യാണമല്ല ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളൊരു അവസ്ഥയില്ല. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം. പൊതുവെ മറ്റുള്ള ആളുകളെ ഹേർട്ട് ചെയ്യാതിരിക്കാനും മറ്റുള്ള ആളുകളുടെ സാധനങ്ങൾ എനിക്ക് പണ്ട് സാധനങ്ങൾ ദേഷ്യം വരുമ്പോൾ എറിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്ന് പുറത്ത് പോകണമെങ്കിൽ, ഒന്ന് സിനിമയ്ക്ക് പോകണമെങ്കിൽ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ പൊക്കോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പാന്റ് ഷർട്ട് ഇടണമെങ്കിൽ ഭർത്താവ് സമ്മതിച്ചാൽ ഇട്ടോ, അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ അമ്മയുടെയും അനിയത്തിയുടെയും സന്തോഷമാണ് ഏറ്റവും വലുത്. എന്റെ സന്തോഷം ഇമ്പോർട്ടന്റ് അല്ല, അവരുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അച്ഛനില്ലാത്ത ഒരു കുട്ടിയുടെ ലൈഫിൽ നിന്നും ആ ഇൻസെക്യൂരിറ്റി മാറും എന്നുള്ളത്. അപ്പം അത് നമുക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു പെയിൻ ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ നഷ്ടവും എൻ്റെ അച്ഛനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്കിത് അമ്മേൻ്റെ അടുത്ത് എങ്ങനെ പറയാന്നറിയില്ല. ഞാൻ തെറാപ്പി എടുക്കുന്നു, ഞാൻ ഒരു തകർന്നിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ അമ്മോട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ള രീതിയിൽ അച്ഛൻ തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം അത് നടക്കാത്ത സ്ഥിതിക്ക് പിന്നെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ്. അതെ, എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഉള്ളിൽ സപ്രസ് ചെയ്യുക. എൻ്റെ സങ്കടം ഞാൻ ആരെയും കാണിക്കാൻ പാടില്ല. എസ്പെഷ്യലി എൻ്റെ അമ്മേനെയും അനിയത്തിനെയും ഞാൻ കരഞ്ഞു കാണിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിലേ വേറൊരാൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ കാലിക്കുപ്പി ആയിരിക്കണ വെച്ചാൽ ഞാൻ എങ്ങനെയാ വെള്ളം കൊടുക്കുക? അപ്പം എൻ്റെ അകത്താണ് സന്തോഷം നിറയ്ക്കേണ്ടത്. എങ്കിലാണ് എനിക്ക് അമ്മയ്ക്കും അനിയത്തിക്കും എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ പറയിൽ ഇന്ന് നമ്മളോടൊപ്പം കൂടെ ചേരുന്നു അനുമോൾ. നമസ്കാരം. നമസ്കാരം. പലപ്പോഴും മലയാള സിനിമ ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേയേറെ അഭിനേത്രികളും നമുക്ക് പ്രിയപ്പെട്ടതായുണ്ട് കഥാപാത്രങ്ങളിലൂടെ തന്നെ. അത്തരത്തിൽ ഒരു പക്ഷെ മലയാളത്തിൻ്റെ ചെയ്ത സിനിമകളിലൂടെ തന്നെ അത്രയും ബോൾഡ് പരിവേഷം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. ഇത് പറയുമ്പോഴും ഇത് എവിടേക്കോ കഥാപാത്രങ്ങൾക്ക് തടസ്സമായി പോവാറുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടോ? ഉണ്ടായേക്കാം, ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇതുകൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും. മേ ബി ഉണ്ടാവുമായിരിക്കും. എൻ്റെ ഒരു അപ്പിയറൻസും എൻ്റെ ഒരു ഔട്ട്ലുക്കും ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്നത് വെച്ചിട്ടൊക്കെ ആണല്ലോ ആളുകൾ നമ്മളെ കാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി പറ്റിയിട്ടുണ്ടാവും ഞാൻ. ബട്ട് സ്റ്റിൽ ഹാപ്പിയാണ്. ഇന്ന് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ആരോ സിനിമയുടെ വിശേഷങ്ങളും കൂടി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ശരിക്കും മലയാള സിനിമ ഈ ആരോ സംസാരിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ ട്രെയിലർ ആണെങ്കിലും ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്ന വളരെ അടുത്താണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയ ഇതിൻ്റെ അണിയർ പ്രവർത്തകർ വർഷങ്ങൾ കുറേ ആയിട്ടുണ്ട് അല്ലേ? ഈ ആരോയിലേക്ക് എത്തുമ്പോഴും അതിലെ കഥാപാത്രം ഇതേ രീതിയിൽ കുറേ കൂടി ശക്തമായിട്ടുള്ള ഫീമെയിൽ സെൻട്രിക് മൂവി കൂടിയാണ് അല്ലേ? അപ്പം സിനിമ പങ്കുവെക്കുന്ന അല്ലെങ്കിൽ ഈ കഥാപാത്രത്തിലൂടെ തന്നെയാണോ ആരോയും പോകുന്നത്? ആരോ ആക്ച്വലി നമ്മളൊരു 2018 ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമയാണ്, പോർഷൻ ആയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ സിനിമയും എന്നുള്ളത്. താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. സിനിമയുടെ ആദ്യത്തെ പേരും അതെ അതെ അതെ, താമര എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. ഇതില് ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ്. ഇതൊരു വുമൺ ഓറിയന്റഡ് സിനിമ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. വുമണിനെ ബേസ് ചെയ്തുള്ള ഒരു സിനിമയാണ്. അതല്ലാണ്ട് ഇതൊരു സ്ത്രീകളുടെ മാത്രം കഥ പറയുന്ന അങ്ങനെ ഒരു സിനിമ എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. തൃശ്ശൂര് തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പലതരം ആളുകൾ ഉണ്ടാവും അവിടെ. ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ടാവും, പോക്കറ്റടിക്കാരുണ്ടാവും, ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ പൂക്കച്ചവടക്കാരുണ്ടാവും, അടിയിടി നടക്കുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ പലതരം ക്യാരക്ടേഴ്സ്. അല്ലെങ്കിൽ അവിടെ തൊഴാൻ വരുന്ന ഭക്തരുണ്ടാവും. അങ്ങനെ പലതരം ആളുകളുടെ ഒരു ഏരിയ ആണല്ലോ ആ ഒരു മൊത്തം സിറ്റിയുടെ ഒരു എസെൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ. അതെ, ചീട്ട് കളിക്കാരുണ്ട്, കള്ളുടിക്കുന്ന ആൾക്കാർ. അപ്പം അങ്ങനത്തെ ഒരു സ്പേസ് ആണത്. അപ്പം ആ ഒരു സ്പേസിനെ ഡയറക്ടർ എക്സ്പ്ലോർ ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ നടക്കുന്ന ഈ സിനിമയിൽ പല പല, ഇപ്പം ട്രെയിലർ കണ്ട് എല്ലാവരും ഗസ് ചെയ്തിട്ടുണ്ട് ജോജി ചേട്ടൻ പോലീസാണ് അങ്ങനെയൊക്കെ. അപ്പം അദ്ദേഹം ഒരു പോലീസ് ആകുമ്പോൾ നാച്ചുറലി അവിടെ ഒരു കേസോ ക്രൈമോ പ്രശ്നങ്ങളോ ഉണ്ട്, അതുണ്ട്, അതിൻ്റെ അന്വേഷണമുണ്ട്, ക്രൈം ചെയ്ത ഒരാളുണ്ട്, വിക്ടിം ആയ ഒരാളുണ്ട്, സാക്ഷിയായ ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ
കുറെ ആളുകളുടെ ഒരു കഥയാണ് അതിന്റെ ഈ ഭാഗം ആരോ കൂടിയാണ് എന്ന് പറയുന്നത്. അപ്പം അതിൽ താമര എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന്റെ ഒരു പവർ എന്താ വെച്ചാല്, താമരയിൽ കൂടെയാണ് ഈ കഥ മുഴുവൻ പോകുന്നതും പറയുന്നതും റിവീൽ ആവുന്നതും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് നടക്കുന്നത്. ഇനി പറഞ്ഞ ക്ലൈമാക്സ് ആയി പോകുന്നു. പലപ്പോഴും ഇതിലിപ്പോ താമര നല്ല കഥാപാത്രം ഒരു പക്ഷേ സിനിമയ്ക്ക് ആദ്യം ഈ പേര് ഈ ടൈറ്റിൽ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത്രത്തോളം പവർഫുള്ളാണ് അല്ലെ ക്യാരക്ടർ നിൽക്കുന്നത്. അതെ അതെ. എങ്കിൽ പോലും ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിൽ പലപ്പോഴും സെലക്റ്റീവ് ആവാത്തതിന്റെ പ്രശ്നങ്ങൾ കരിയറിന് ദോഷം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ? എനിക്ക് സെലക്റ്റീവ് ആയതിന്റെ ദോഷങ്ങളാണ് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രത്യേക തരം സിനിമ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ധാരണ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. മേ ബി ഞാൻ ചൂസ് ചെയ്യുന്നത് അങ്ങനെ ആയി പോകുന്നുണ്ടാവും. എനിക്ക് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സിനിമ, നല്ലതല്ലാണ്ട് നന്നായി വരാണ്ട് പോയൊരു സിനിമ എന്നുള്ള 2 കാറ്റഗറിയെ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അതല്ലാതെ അങ്ങനെ പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സിനിമ ചെയ്യില്ല എന്നാ വിചാരിച്ചത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ആളുകൾ നമ്മളുടെ മേലെ വെക്കുന്ന പെർസ്പെക്റ്റീവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ കയ്യിലല്ലല്ലോ. അതെ, അത് ചില മുൻവിധികളൊന്നും നമുക്ക് മാറ്റിവെക്കാനും പറ്റില്ല. പലപ്പോഴും നമ്മൾ ഇഷ്ടത്തോടെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രൊഫഷൻ കലാജീവിതത്തിലോട്ട് വരുമ്പോൾ എവിടേക്കോ നമ്മൾ പേഴ്സണൽ ലൈഫ് കൂടെ അല്ലെങ്കിൽ നമ്മൾ അതുവരെ പോകുന്ന ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കാതെ അല്ലെ മാനസികമായിട്ടും ഒക്കെ അത്തരത്തിൽ എപ്പോഴെങ്കിലും ഈ പ്രൊഫഷണൽ ലൈഫിന്റെ ഒരു ഭാഗമായിട്ടുണ്ടോ അച്ഛൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം? ഇല്ല, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം അച്ഛൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പം എനിക്ക് ആ വിയോഗം മനസ്സിലാക്കാനുള്ള പ്രായമായിരുന്നില്ല. അല്ലെങ്കിൽ അച്ഛൻ മരിച്ച് കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കസിൻസിന്റെ കൂടെ കളിക്കുകയാണ്. നമ്മൾക്ക് എന്താ വെച്ചാൽ എല്ലാരും വന്നിട്ടുണ്ട്. അതെ അതെ അതെ, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അന്നത്തെ 4ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ഇന്നസെൻസ് ഉള്ള ഒരു പ്രായമാണ്. ഇപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അവർ ഈ ഡിജിറ്റൽ മീഡിയ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാത്തിനെ പറ്റിയും ധാരണയുണ്ട്. നമുക്കൊക്കെ വളരെ, നമുക്ക് ഈ നാട്ടില് അപ്പുറത്തും ഇപ്പുറത്തും കല്ലെടുത്തെറിഞ്ഞ കഥയും അല്ലെങ്കിൽ അവിടുത്തെ ചെടികളുടെയോ അല്ലെങ്കിൽ പാടത്ത് അങ്ങനത്തെ കഥകളോ അങ്ങനത്തെ കളികളോ നമുക്ക് അറിയുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എല്ലാ കസിൻസും വീട്ടിലുണ്ട്, എല്ലാവരും വീട്ടിലുണ്ട്, ഞങ്ങൾ ഫുൾ കളിയാണ്. അപ്പം അത് തിരിച്ചറിയാനുള്ളൊരു പ്രായം അപ്പം ഉണ്ടായിരുന്നില്ല. വളരുന്തോറുമാണ് ആ നഷ്ടം മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് കൈപിടിക്കാൻ, നമുക്ക് ഗൈഡ് ചെയ്യാൻ, നമുക്കൊരു സെക്യൂരിറ്റി തരാൻ ഒരാളില്ല എന്നുള്ളത് നമ്മൾ വളരുന്തോറുമാണ് മനസ്സിലാക്കുന്നത്. ആ ഇൻസെക്യൂരിറ്റി എനിക്ക് തോന്നുന്നു ഇല്ല, അച്ഛനില്ലാത്ത ഒരു കുട്ടിയുടെ ലൈഫിൽ നിന്നും ആ ഇൻസെക്യൂരിറ്റി മാറും എന്നുള്ളത്. അപ്പം അത് നമുക്ക് ലൈഫ് ലോങ് ഉള്ള ഒരു പെയിൻ ആണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ നഷ്ടവും എൻ്റെ അച്ഛനാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അച്ഛനുമായിട്ട് സിനിമയുമായിട്ട് എൻ്റെ ഇമോഷൻസ് ആയിട്ട് ബന്ധമുണ്ട്. പക്ഷെ സിനിമയോ എൻ്റെ പ്രൊഫഷനോ ആയിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. വൈ? ബിക്കോസ് അച്ഛനോ വീട്ടുകാരോ നാട്ടുകാരോ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാൻ സിനിമ ചെയ്യും എന്നുള്ളത്. അതെ, ഞങ്ങളൊരു നാട്ടിൻപുറത്തുനിന്ന് വരുന്ന ആളുകളാണ്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ ഒരു ചാനലിൽ വർക്ക് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ വരുന്നത്. അപ്പം സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് എന്താണ് സിനിമ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ജോലി എങ്ങനെയാണ്, ഇതൊക്കെ എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം മനസ്സിലാവണേ. ഇങ്ങനെ ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വരവെന്നും കൂടി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അല്ലേ? കുറെ ആഗ്രഹിച്ചു പ്ലാൻ ചെയ്തു വന്നതല്ല. അല്ല, എനിക്ക് ഒന്നും അറിയില്ല സിനിമയെ പറ്റി. അങ്ങനെ വന്നതിന് ശേഷമാണ് ഞാൻ ഓരോന്നും പഠിക്കുന്നത്. ഓരോ സെറ്റെന്നും ഓരോ ടീമെന്നും ആണ് ഞാൻ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നതും. പ്രൊഡ്യൂസറുടെ ജോലി എന്താ, ഡയറക്ടറുടെ ജോലി എന്താന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ഈ കുറച്ച് സൂപ്പർ സ്റ്റാർസിനെ എപ്പോഴും ടി വിയിലും പേപ്പറിലും വരുന്ന ആളുകളെ അറിയാമെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം അങ്ങനത്തെ സ്ഥലത്തുനിന്ന് ഞാൻ സിനിമയിൽ വന്നു. സിനിമയെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ആക്സിഡന്റലി ആണ് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ഒരു മേജിക് വേൾഡ് ആണ് അല്ലെ? കുറേയും കൂടി അറിയാതെ കണ്ടറിയുന്നത് ശരിക്കും അതിലോട്ട് വരുമ്പോഴാണ്. ഇങ്ങനെ ഇഷ്ടത്തോടു കൂടി വരുമ്പോൾ അതിനപ്പുറത്തൊരു മറുവശം കൂടി ഉണ്ട്. കാരണം നമ്മളൊരു സിനിമ പറ്റി നമ്മളെ സമീപിക്കുമ്പോൾ കുറേയൊക്കെ ആഴത്തിൽ അറിയാതെയോ നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിക്കാതെയോ പെടാറുണ്ടായിരിക്കും. ഒരു പക്ഷേ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിലൊക്കെ.
അത്തരത്തിലുള്ള അബദ്ധങ്ങൾ പലപ്പോഴും പറ്റിയിട്ടുണ്ട് ഒരു സിനിമ സമീപിക്കുമ്പോൾ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മളുടെ ചോയ്സസ് റോങ് ആയിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ മിസ്റ്റേക്സ് വരുത്തും. നമുക്ക് എപ്പോഴും ശരിയും നമുക്ക് എപ്പോഴും പെർഫെക്റ്റും ആയിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ 50 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഒരു 15 പടമായിരിക്കും. അല്ലെങ്കിൽ അതിലൊരു 10 പടം അല്ലെങ്കിൽ ഒരു 5 പടം എനിക്ക് അബദ്ധമായി എന്ന് തോന്നിയ പടങ്ങൾ ഉണ്ടാവും. ഞാൻ എക്സാക്ട് നമ്പർ അല്ല പറഞ്ഞത്, പക്ഷെ അങ്ങനെ പടങ്ങൾ ഉണ്ടാവും. എനിക്ക് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ 2-3 ഫിലിംസ് എൻ്റെ കരിയറിലുണ്ട്. ഞാൻ പലപ്പോഴും ഈ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് അല്ലെങ്കിൽ ഇതൊക്കെ പറയപ്പോഴും ഈ കഥാപാത്രങ്ങളിലൂടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ സ്ക്രീനിലൂടെയാണ് കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടേക്കോ ഈ നാടും നാട്ടിൻപുറവും അല്ലേ, ഇതൊക്കെ ഈ ഗൃഹാതുരത്തൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതെന്താണെന്നറിയോ, അത് കുറെ ആളുകൾ വിചാരിക്കുന്നത് ബോൾഡ് ആയി കഴിഞ്ഞാൽ വീട്ടുകാരും വേണ്ട, നാട്ടുകാരും വേണ്ട, ഒന്നും വേണ്ട. അല്ല, വീട്ടിലിരിക്കുന്ന നമ്മളുടെ ഇപ്പം എൻ്റെ അമ്മ തനിയെ പുറത്തുപോയി ഒരു സാധനം പോലും മേടിക്കാൻ അറിയാത്തൊരു സ്ത്രീയാണ്. അങ്ങനെ ഒരു ലോകം കണ്ടിട്ടുള്ള ഒരാളല്ല. എൻ്റെ അമ്മ മുണ്ടും വേഷ്ടിയോ അല്ലെങ്കിൽ സാധാ നൈറ്റി ഇടുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടാൻ ഞാൻ സമയം, അല്ലെങ്കിൽ സാധാ ചുരിദാർ. ഇപ്പോഴാണ് അമ്മേനെ ഞാൻ ട്രാവലൊക്കെ ചെയ്യുമ്പോഴും കാറിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അമ്മയ്ക്ക് ചുരിദാർ ഇട്ടൂടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പോഴാണ് അമ്മ അതിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷെ മുണ്ടും ബ്ലൗസും എടുക്കുന്ന ഒരു സ്ത്രീയാണ്, സാധാ കോട്ടൺ സാരി എടുക്കുന്ന ഒരു സ്ത്രീയാണ്. ആ അമ്മയാണ് എന്നെ വളർത്തിയത്. അപ്പം അത് അമ്മയുടെ ബോൾഡ്നെസ് ആണ്. ബോൾഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോഡേൺ ഡ്രസ് ഇടുക, മറ്റേ ബൈക്ക് ഓടിക്കുക, അത് ചെയ്യുക, വണ്ടി ഓടിക്കുക, ഇഷ്ടത്തിന് നടക്കുക, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു അത് എവിടേക്കോ ആളുകൾ നമ്മൾ പറഞ്ഞു കേട്ട് അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഈവൻ ബോൾഡ് നാട്ടിൻപുറത്തുള്ള ഫാമിലിയിൽ ജീവിക്കുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്ത് ജീവിക്കുന്ന ആളുകളും ബോൾഡ് ആളുകളുണ്ട്. ബോൾഡ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ ലുക്കിൻ്റെയോ നമ്മൾ കൂടെ നിർത്തുന്ന ആളുകളുടെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ശരി എന്നുള്ളത് ശരിയാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുകയും, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വകതിരിവ് ഉണ്ടാക്കുക, അത് പറയുക എന്നുള്ളതാണ് ഒരു ബോൾഡ്നെസ് ആയിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് വേണ്ടത് വേണമെന്നും വേണ്ടാത്തത് വേണ്ടെന്നും പറയാൻ ഈ തിരിച്ചറിവ് വരുന്നത് പലപ്പോഴും പല സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും അല്ലെ. അത്തരത്തിൽ ഉള്ള സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും ഒറ്റയ്ക്ക് കരയുന്ന ഒരാളായിരുന്നു അതോ ആയിരുന്നു എന്നല്ല, ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് കരയുന്ന ആള് തന്നെയാണ്. ഇപ്പോഴും ഞാൻ കരയുന്ന ആളാണ്. ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. ഇമോഷണൽ ആണ്, സെൻസിറ്റീവ് ആണ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലും എൻ്റെ ടീനേജിലും ഈ അടുത്ത കാലം വരെ ഞാൻ ചുമരിൽ ഒട്ടിക്കിടന്ന് കരയുമായിരുന്നു. എൻ്റെ ഏറ്റവും സങ്കടം വരുമ്പോൾ ഞാൻ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഒരു കാറ്റിന് കയറാനുള്ള സ്ഥലം വിടില്ല, അങ്ങനെ ഞാൻ ചുമരുമായിട്ട് ചേർന്ന്. അപ്പം അങ്ങനെ എല്ലാ ഇമോഷനും ഉള്ള ആള് തന്നെയാണ് ഞാൻ. ഇതിലെവിടെയാണ് ഈ ഇഷ്ടം, നാടിനോടുള്ള ഇഷ്ടം, നാട്ടുപുറത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ണിലെ തിളക്കം വളരെ വ്യക്തമാണ്. ഇതിൽ നിന്നാണോ ഈ അനുയാത്ര എന്നൊരു സങ്കല്പം തുടങ്ങി വെക്കുന്നത്? നാടിനോട് ഇഷ്ടമാണ്, എനിക്ക് അറിഞ്ഞൂടാ എന്താന്നുള്ളത്. എനിക്കിഷ്ടമാണ് എൻ്റെ നാട്. ഞാൻ അതങ്ങനെ ഒരു പ്രത്യേക കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അത് എൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ നാടും ഞാനും അങ്ങനെ വേറെ വേറെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അനുയാത്രയിലേക്ക് വരുന്നത് ഞാൻ എപ്പോൾ ട്രാവൽ ചെയ്ത് എവിടെ പോയി വന്നാലും ഞാനിങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഞാൻ അവിടെ കണ്ടതും കേട്ടതും ഒക്കെ എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഫ്രണ്ട്സിനും കസിൻസിനും. നല്ലൊരു സ്റ്റോറി ടെല്ലറാണ്. ഞാനൊരു ട്രിപ്പ് പോയി വന്നാൽ ഞാൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു കഥ പറഞ്ഞു കൊടുത്താൽ അത് ഭയങ്കര ക്ലാരിറ്റിയിൽ ആളുകൾക്ക് മനസ്സിലാവും. അപ്പോ അതിലൊരു ഡൗട്ട് വരില്ല ഞാൻ ഒരു കാര്യം നറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം ഞാനൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഒരു 1-2 മാസത്തേക്ക് എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്ക് ഒരു സ്വരം ഉണ്ടാവില്ല. ഞാനിത് പറഞ്ഞ് അല്ലെങ്കിൽ അവിടുന്ന് വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പം അത് എവിടേക്കോ എനിക്കതൊരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യവുമാണ്. അത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ മുഖത്തുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് ബാർഗെയിൻ ചെയ്ത് മേടിച്ചിട്ട് ഇതിന് എത്ര രൂപയാന്ന് പറ, അപ്പൊ അവര് വലിയ പൈസ പറയും. ഞാൻ പറയും അല്ല, ഞാനത് 100 രൂപയ്ക്ക് മേടിച്ചു, 100 രൂപയ്ക്ക് മേടിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അത്. അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടിലും വീട്ടിലും കസിൻസ് ഒക്കെ ആയാലും അവരെങ്ങടെങ്കിലും പോണെങ്കിൽ അവര് വിചാരിക്കുന്നത് ഞാനിപ്പോ സിനിമ ചെയ്യുന്നത് കൊണ്ടും ഞാൻ കുറെ സ്ഥലങ്ങൾ കാണുന്നത് കൊണ്ടും കുറെ ആളുകളെ കാണുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ നല്ല ഡ്രസ്സ് എവിടുന്ന് കിട്ടും, നല്ല ജ്വല്ലറി എവിടുന്ന് കിട്ടും, നല്ല മേക്കപ്പ് എവിടെയാണ്, നല്ല ഫുഡ് എവിടെയാണെന്നൊക്കെ എനിക്ക് അറിയും എന്നാണ് അവരുടെ ഒരു ധാരണ. അപ്പൊ അത് വെച്ച് അവരെന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സജഷൻസ് അവർക്ക് ഇഷ്ടമാവാറുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തപ്പോ ഞാൻ വിചാരിച്ചു ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. എനിക്ക്
ഞാൻ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് കോളേജിൽ പോകുമ്പോൾ തൊട്ട് എനിക്ക് ക്യാമറ ഫോൺ ഉണ്ട്. അന്നൊന്നും അതത്ര കോമൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ കുഞ്ഞുമാവയാകുമ്പോ തൊട്ട് ക്യാമറ ഫോൺ ഉണ്ട്. അപ്പം അതെ, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ ക്യാമറ ഫോണൊന്നും അധികം ആർക്കും ഇല്ല. അപ്പം അന്ന് മുതലുള്ള ഫോട്ടോസ് മിക്കതും എൻ്റെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഹാർഡ് ഡിസ്കുകൾ ഉണ്ട്. എൻ്റെ കയ്യിൽ 7-8 ഹാർഡ് ഡിസ്കുകൾ ഉണ്ട്. അപ്പം ഹോസ്റ്റൽ റൂം ആയാലും കോളേജ് ആയാലും അത് കഴിഞ്ഞുള്ള എൻ്റെ ലൈഫായാലും ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതായാലും കൈരളിയിൽ ആങ്കറിങ് ആയാലും അങ്ങനെ ഞാൻ വർക്ക് ചെയ്ത സിനിമകളുടെ ഒക്കെ വർക്കിംഗ് സ്റ്റിൽസ്, അങ്ങനെ എൻ്റെ കയ്യിൽ ഒരു വലിയ കളക്ഷൻ ഉണ്ട് ഇതിൻ്റെ എല്ലാം സാധനങ്ങളുടെ. അപ്പോൾ അതിൽ ഈ ശരിക്കും ഈ പലപ്പോഴും പല കഥകളാണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഈ എൻജോയ് അങ്ങനെ ഒരു കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ആ ഒരു ഹാബിറ്റ് എനിക്ക് ഉള്ളത് കൊണ്ട് എൻ്റെ ഈ ഒരു ക്യാരക്ടർ ചേർത്തിട്ടാണ് അനുയാത്ര എന്ന് പറയുന്നത്. അത് അനുമോളുടെ യാത്രയാവാം, പിന്നെ മറ്റേ അനുഗമിക്കൂ എന്ന് പറയുന്നത്, ആ ഒരു അനുയാത്രയും ആവാം. അങ്ങനെയൊക്കെ കൂടി ചേർത്ത് ഞാനൊരു അനുയാത്രയാക്കി. പിന്നെ ഞാനിങ്ങനെ ഓടി നടക്കുന്നുണ്ട്, സമയം കുറവായതുകൊണ്ട് ഈ വിവരം എനിക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വീഡിയോ ചെയ്ത് ലിങ്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ, കഥ കേട്ടിരുന്നവരൊക്കെ പിന്നെ ഇതിൽ നിന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ പലരും ഈ റെഫറൻസ് ഒക്കെ ചോദിക്കുമ്പം എനിക്ക് തോന്നിയതാണ് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അത് കണ്ട് മനസ്സിലാക്കാലോ എന്നുള്ളത്. അങ്ങനെയാണ് അനുയാത്ര തുടങ്ങുന്നത്. ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യത്തെ അതിന്റെ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടുന്ന ഇപ്പോഴും ഇത് മറ്റുള്ളവർക്ക് എത്തുന്നതും അവരത് ആസ്വാദികരമായിട്ട് എടുക്കുന്നു എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ അനുയാത്ര എനിക്ക് ഞാൻ വിചാരിക്കുന്ന പോലെ, ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ മനസ്സിൽ ഞാൻ നറേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഇപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഒരു ഡിസപ്പോയിൻമെന്റ് തോന്നുന്നത് അതാണ്. നമ്മൾ ഈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഈ കണ്ണിൽ കാണുന്ന ഭംഗി ഫോട്ടോയിൽ വരാണ്ടാവുമ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം വരില്ല. ആ ഒരു ഫേസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എനിക്ക് അനുയാത്രയിൽ. പറയുമ്പോൾ ഈ ഫേസിൽ എക്സ്പ്രഷനും കണ്ണ് സഞ്ചരിക്കുന്നതും രണ്ട് വഴിക്കാണ്. ഇതിലെവിടേക്കോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ ചില ഓർമ്മകൾ ഇപ്പൊ പെട്ടെന്ന് അറിയാതെ മനസ്സിൽ വന്നു പോയിട്ടുണ്ട്. ശരിയല്ലേ? ഞാൻ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചത് ഒരു വിഷ്വലാണ്. ഞാൻ കാലിക്കറ്റ് അപ്പുറത്ത് ട്രൈബ്സ് ഓഫ് സംസാരയുടെ ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു, കോലഞ്ചേരി, അവിടെ ഒരു ക്യാമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു വിഷ്വൽ ഉണ്ട് രാവിലെ ഞാൻ കണ്ടത്. അത് എൻ്റെ കയ്യിൽ ഫോട്ടോസും വീഡിയോ ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടതുമായിട്ട് ഇതിനൊന്നും അടുത്തെത്തില്ല. ആ വിഷ്വലാണ് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നത്. പലപ്പോഴും നമ്മൾ കൊച്ചിൽ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ സിനിമ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പോലും അപ്രതീക്ഷിതമായി വന്നതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടുള്ള അച്ഛൻ്റെ വിയോഗം കൊണ്ടായിരിക്കാം ചില ആഗ്രഹങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ കൊണ്ടുവച്ച് കിടക്കുന്ന ഇതുണ്ടായിരിക്കാം. ഇത് പൂർത്തീകരിച്ച ഒരു മൊമെന്റില് കുറെയൊക്കെ പുറകോട്ട് പോയിട്ട് കണ്ണ് നിറഞ്ഞൊരു മൊമെന്റ് ഏതായിരുന്നു? എല്ലാ മൊമെന്റിലും കണ്ണു നിറയുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് പൊതുവെ പറഞ്ഞാൽ. അത് എൻ്റെ അമ്മയുടെ ഒരു എപ്പോഴത്തെയും വലിയൊരു കംപ്ലൈന്റ് ആണ്. ഞാൻ ആഗ്രഹിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ എയിം ചെയ്താലേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ അമ്മ എപ്പോഴും പറയുക. പക്ഷെ എനിക്ക് ആഗ്രഹിക്കാൻ പേടിയാണ്. ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഫെയിലിയേഴ്സ് ഭയങ്കര പേടിയും ഭയങ്കര പരിഭ്രമവും. ഞാനിങ്ങനെ അതൊന്ന് ഞാൻ ഓവർകം ചെയ്ത് വരാൻ ഒരുപാട് സമയം എടുക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആഗ്രഹിക്കുന്നതിൽ വളരെ പിശുക്കാണ്. എനിക്ക് പേടിയാണ്. അറിയാതെയൊക്കെ എന്തെങ്കിലും ആഗ്രഹിച്ചു പോയാലേ ഉള്ളൂ അതെങ്ങനെയും നടത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ ഡെഫിനറ്റ്ലി എല്ലാവരുടെയും പോലെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കാത്തൊരു ആഗ്രഹമാണ്. അപ്പൊ അതിന്റെ മേലേക്ക് ഇനി ഒന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയും കൂടെയാണ്. അച്ഛൻ തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും ആഗ്രഹം ഉണ്ടാവുക. അപ്പം അത് നടക്കാത്ത സ്ഥിതിക്ക് പിന്നെ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ആണെന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ നാട്ടുപുറത്തിന്റെയും വീടിന്റെയും കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പറയുമ്പോൾ എവിടേക്കോ രീതികളിൽ നമ്മളെ ചില കാര്യങ്ങളിൽ പരിമിതിപ്പെടുത്താറുണ്ട്. ഇത് പാടില്ല, ഇത് ചെയ്യരുത് എന്നുള്ളത്. എവിടേക്കോ കുറെ കാലത്തിന് ശേഷം നമ്മളായിരിക്കുന്ന സമയത്ത് ഇതൊക്കെ തടസ്സങ്ങളും ആയിട്ട് നിൽക്കുന്നുണ്ട്, മാറിപ്പോവാതിരിക്കുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും ഒക്കെ പ്രൊഫഷണൽ ലൈഫിലോട്ട് വരുമ്പോൾ ഇത് ബാധിച്ചിട്ടുണ്ടോ? പ്രതികരിക്കുന്ന കാര്യത്തിലായിരിക്കാം, പ്രതികരണത്തിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഒരു പിശുക്കും വരുത്താറില്ല. ചില വാശികളുണ്ട് എനിക്ക് ചില കാര്യങ്ങളിൽ. ഇപ്പം ആർക്കും ഒരു ഗുണമില്ലാത്ത വാശിയാണ്. ഞാൻ മാലയിട്ട് അധികാരം കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് എപ്പോഴും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ എനിക്ക് ജനറലി ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നതും അല്ലെങ്കിൽ ഒരു ഷൂട്ട് കഴിഞ്ഞാലോ ഒരു വീഡിയോ റീല് കണ്ടാലോ ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുക ഒരാളെങ്കിലും കമന്റ് ചെയ്യാതിരിക്കില്ല. ഒരു മാല ഇട്ടൂടെ അനു ഒരു മാല ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു കമന്റ്. അപ്പം
അതെന്റെ ആവശ്യമില്ലാത്തൊരു വാശിയാണ്, അത് ആർക്കും ഒരു ഗുണമില്ലാത്ത വാശിയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ, ഇതിപ്പോ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ചില ചില വാശികൾ എൻ്റെ മനസ്സിലുണ്ട്. അത് പക്ഷെ ആ വാശികൾ എനിക്ക് പേഴ്സണലി അതൊരു ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാശികളിൽ ഹോൾഡ് ഈ ചെയ്ത് വാശി ആരോടാണ്? എന്നോട് തന്നെയാണ് ഞാൻ വാശി കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഞാൻ പൊതുവെ മറ്റുള്ള ആളുകളെ ഹേർട്ട് ചെയ്യാതിരിക്കാനും മറ്റുള്ള ആളുകളുടെ സാധനങ്ങൾ എനിക്ക് പണ്ട് സാധനങ്ങൾ ദേഷ്യം വരുമ്പോൾ എറിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇത് ഈ ദേഷ്യം വരുമ്പോ കടിച്ചമർത്ത് അവനവനോട് തന്നെ ദേഷ്യം തീർക്കുന്ന ഒരു ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, എപ്പോഴും എനിക്കുണ്ട്. ഇപ്പം അത് കുറച്ച് ബെറ്ററായി. ഞാനിപ്പം ഒരു കൊറോണയുടെ ഒരു സമയത്ത് ഞാൻ തെറപ്പിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള, അതൊരു ഭയങ്കര ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. അപ്പം അത് ഞാൻ തെറപ്പിയൊക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒരുപാട് ബെറ്ററായി. ഇപ്പം അങ്ങനെ ഒരു സെൽഫ് ഹാം ഒന്നും ഞാൻ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ സാധനങ്ങൾ നശിപ്പിക്കുക, എന്നെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓവർ ക്രിട്ടിസൈസ് ചെയ്തിട്ട് എന്നെ തന്നെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു പെയിൻഫുൾ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ കൂടുതലും എന്നിലേക്ക് ഒരു പോസിറ്റിവിറ്റിയും അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഇതെല്ലാം എന്നിലുള്ള സാധനങ്ങളാണ്, ഇതെല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്യണം, ഇത് ഞാൻ തന്നെ എന്നെ ആക്സെപ്റ്റ് ചെയ്യാനും എന്നെ ടേക്ക് കെയർ ചെയ്യാനും തുടങ്ങി. ഇപ്പം ശരിക്കും ഈ പിടിച്ചു വെക്കലിന്റെ കഥ കൂടി പറഞ്ഞതായിരുന്നു അയലി അല്ലെ, നിയന്ത്രിക്കുക എന്നുള്ളത്. ശരിക്കും തമിഴ് സെൽവി എവിടേക്കോ നമ്മൾ ആരൊക്കെയാണ്, നമ്മുടെ കൊച്ചിൽ ആരെങ്കിലൊക്കെയാണ് അല്ലെ? എന്റെ ചോദ്യം അത് തന്നെയായിരുന്നു, എവിടേക്കോ തമിഴ് സെൽവി ഉണ്ടായിരുന്നു? ഞാൻ തമിഴ് സെൽവി ആയിരുന്നു, പക്ഷെ ഞാൻ അഭിനയിച്ചത് കുറുവമ്മാളായിട്ടാണ്. എന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പം എന്റെ ലൈഫിൽ ഞാനായിരുന്നു തമിഴ് സെൽവി. എന്താ വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പം മുതൽ കല്യാണ പ്രഷറായാലും പെണ്ണ് കാണലുകളായാലും കല്യാണ കഥകളായാലും അങ്ങനെ കല്യാണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എല്ലാവരും. ഇപ്പം അവരെല്ലാരും ഞാൻ പറഞ്ഞും എൻ്റെ കൂടെ ട്രാവൽ ചെയ്തും ഇപ്പം എല്ലാവരും കുറച്ചും കൂടെ ലിബറൽ ആണ്, കുറച്ചും കൂടെ അവർക്ക് അറിയാം കല്യാണമല്ല ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ളൊരു അവസ്ഥയില്ല. നമ്മളുടെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം. ഒരുപാട് ഇമ്പോർട്ടന്റ് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കല്യാണം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടുകാരും ഇപ്പൊ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഈ കല്യാണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഈ അടുത്തൊരു ഇന്നിങ്സ് ആണ്, അല്ലെങ്കിൽ പുതിയൊരു ജീവിതം, പുതിയ പല രീതിക്കുള്ള നിർവചനങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും മുമ്പൊക്കെ ഈ കല്യാണം എന്ന് പറയുന്നത് ചിലതിലുള്ള പെർമിഷനോ ലൈസൻസോ ഒക്കെ ആക്കി മാറ്റി പറയാറുണ്ട് പാരന്റ്സ്. ഒന്നില്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, കല്യാണം കഴിഞ്ഞ് ആയിക്കോ, അതെല്ലാം ഹയർ സ്റ്റഡീസ് ഒന്നും വേണ്ട. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടില് ഒന്ന് പുറത്തു പോണെങ്കിൽ, ഒന്ന് സിനിമയ്ക്ക് പോണെങ്കിൽ ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ കൂടെ പൊക്കോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പാന്റ് ഷർട്ട് ഇടണമെങ്കിൽ ഭർത്താവ് സമ്മതിച്ചാലിട്ടോ, അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നൊക്കെ എത്രയോ ബെറ്റർ ആയി എല്ലാരും. പക്ഷെ അങ്ങനെ ആ തമിഴ് സെൽവി എനിക്ക് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ വല്ലാണ്ട് പറ്റുമായിരുന്നു ആ സിനിമ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറുവമ്മാളായിട്ടാണ് പെർഫോം ചെയ്യേണ്ടി വന്നത്. അപ്പം പല ഡയലോഗും അതൊരു ഭയങ്കര ഇന്നർ കോൺഫ്ലിക്റ്റ് ആണ്. എന്താ വെച്ചാൽ നമ്മൾ അഭിനയിക്കുന്നത് നമുക്ക് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളും നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഡയലോഗുമാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്നതിൽ എവിടേക്കോ സ്വമേധയാ കേട്ട ഡയലോഗുകളുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. അതെ ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ഡയറക്ടറോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഇത് ഞാൻ തന്നെ പറയണോ, ഞാൻ ഇതിന് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, എന്നിട്ട് ഞാൻ ആ ഡയലോഗ് തന്നെ പറയുമ്പോൾ അതെ അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആ ഡയലോഗ് പറയുമ്പം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല എന്നൊക്കെ ഞാൻ സാറോട് പറയായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞ ആളുകളോട് മുഴുവനുള്ള ദേഷ്യമായി എനിക്ക് ഈ ഡയലോഗ് പറയുമ്പോൾ. ഞാൻ അങ്ങനെ അത് റിലീസ് ചെയ്തു. കുറെ അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ തന്നെ ഉള്ളൊരു ക്യാപ്ഷൻ ഉണ്ട്, അവർക്ക് എന്നെ നഷ്ടമായിടത്തുനിന്ന് തുടങ്ങിയാണ് ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നുള്ളത്. ഇത് എവിടെയോ ഭയങ്കര റിയൽ ലൈഫിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന സംഭവം കൂടിയാണ്. അത് ചുമ്മാ ഒരു ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി മാത്രമായിട്ട് കാണാനും പറ്റുന്നില്ല, വായിക്കാനും പറ്റുന്നില്ല. എവിടേക്കോ ആർക്കൊക്കെയോ വേണ്ടിയോ ഞാൻ എന്നെ തന്നെ മറന്ന് നിന്നിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് അവര് തോന്നുന്നു? നഷ്ടപ്പെടുത്തിയതല്ല, ഞാൻ ഒരു 2020 വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും സന്തോഷമാണ് ഏറ്റവും വലുത്. എൻ്റെ സന്തോഷം ഇമ്പോർട്ടൻ്റ് അല്ല, അവരുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഉള്ളിൽ സപ്രസ് ചെയ്യുക. എൻ്റെ സങ്കടം ഞാൻ ആരെയും കാണിക്കാൻ പാടില്ല, എസ്പെഷ്യലി എൻ്റെ അമ്മേനെയും അനിയത്തിനെയും ഞാൻ കരഞ്ഞു കാണിക്കാൻ പാടില്ല, അവർ തകർന്നു പോവും എന്നാണ് എൻ്റെ ഒരു തോന്നലുണ്ടായിരുന്നത്.
ഒരു പോയിന്റ് കഴിഞ്ഞ് എൻ്റെ ഒരു 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 കൊറോണയും എൻ്റെ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുന്ന, ഇപ്പം ഈവൻ എൻ്റെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഞാൻ ഇപ്പോൾ അല്ല, പണ്ട് ഞാൻ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ ഞാനിങ്ങനെ ഡിവോട്ടഡ് ആവുന്ന ഒരു കുട്ടിയാണ്. നമ്മളുടെ സമയവും എനർജിയും നമ്മളെക്കാൾ കൂടുതൽ ഞാൻ ഓപ്പോസിറ്റ് പാർട്ട്ണറെ പറ്റി അവരെന്ത് ബെറ്റർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ അങ്ങനെ വിചാരിക്കുന്ന യെസ്, അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്പം അതെല്ലാം കൂടെ അങ്ങോട്ട് ബേസ്റ്റ് ആയ ഒരു മൊമെന്റ് ഉണ്ട്. അത് എൻഡ് ചെയ്യണു, കൊറോണ വരുന്നു, മൊത്തത്തിൽ നമ്മളിങ്ങനെ റൂമിനകത്ത് ആവുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തൊട്ടാണ് എനിക്ക് മനസ്സിലായത് പല പല കാര്യങ്ങളും. പിന്നെയാണ് ഞാൻ അത് അവരിങ്ങനെ പറഞ്ഞു തരുമല്ല കേട്ടോ, നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച്. അപ്പം ഞാൻ റിയലൈസ് ചെയ്തത് എന്താ വെച്ചാൽ, ഒന്ന് ഏറ്റവും എനിക്ക് ഷോക്കിംഗ് എന്തായിരുന്നു എന്നറിയോ, എനിക്കിത് അമ്മേൻ്റെ അടുത്ത് എങ്ങനെ പറയാന്നറിയില്ല. ഞാൻ തെറാപ്പി എടുക്കുന്നു, ഞാൻ ഒരു തകർന്നിരിക്കുകയാണെന്ന് ഞാൻ എങ്ങനെ അമ്മോട് എക്സ്പ്രസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റിൽ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്തോ അമ്മോട് ഇങ്ങനെ സംസാരിച്ച് ഒരു മൊമെന്റിൽ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ തെറാപ്പി എടുക്കാൻ പോവാണ്, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അങ്ങനെ തന്നെയാ വേണ്ടത്. അമ്മ വളരെ കൂളായിട്ട് അത് ഇപ്പൊ അങ്ങനെയല്ലേ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നമ്മളൊരു ഹെൽപ്പ് എടുക്കണം, അതൊന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് തരാൻ ഒരാളെ നമ്മൾ കണ്ടു. അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു, എന്റെ ഭഗവാനെ, ഞാൻ ഇത്രയും കൊല്ലം എന്തിനാണ് ഇതെല്ലാം സപ്രസ് ചെയ്ത് വെച്ചത്, ഇത്രയും മനസ്സിലാവുന്ന അവസ്ഥ ചുറ്റുമുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ തന്നെ ആലോചിച്ച് കൂട്ടി ഓരോന്ന് വെച്ച് ഞാൻ വിചാരിച്ചു എന്റെ അമ്മ തകർന്നു പോകുന്നു. പക്ഷെ എന്റെ അമ്മ ഇങ്ങനെ റിയാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, നമ്മള് ഹാപ്പി ആയാലേ നമുക്കത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടെങ്കിലേ വേറൊരാൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിന് കൊടുക്കാൻ പറ്റും. എന്റെ കയ്യിൽ കാലിക്കുപ്പി ആയിരിക്കണ വെച്ചാൽ ഞാൻ എങ്ങനെയാ വെള്ളം കൊടുക്കുക? അപ്പം എന്റെ അകത്താണ് സന്തോഷം നിറയ്ക്കേണ്ടത്, എങ്കിലാണ് എനിക്ക് അമ്മയ്ക്കും അനിയത്തിക്കും എന്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എനിക്ക് അങ്ങനെയാണ്. എന്തൊക്കെ ഹാപ്പി ആണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പെയിൻ കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലാവണത്, നമ്മുടെ ഉള്ളിലാണ് ആദ്യം ഹാപ്പിനെസ് വേണ്ടത്, അപ്പോഴാണ് ആ ഹാപ്പിനെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ അതിനനുസരിച്ചാണ് ഞാൻ എന്നെ ഹാപ്പി ആക്കാനാണ് ഞാൻ പിന്നെ തുറന്ന മനസ്സോടുകൂടി സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കാലം എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടിയായിരുന്നു, ഞാനെന്ന കലാകാരി കൂടി വളർന്നു എന്നുള്ളത്. അതിനൊപ്പം തന്നെ വളർന്ന ഒരു കലാകാരൻ കൂടിയായിരുന്നു ആക്ച്വലി ജോജി ചേട്ടൻ എന്ന് പറയേണ്ടി വരും അല്ലെ. 2018 മുതൽ ഇവിടെ എത്തി നിൽക്കുന്ന ജോജി ചേട്ടന്റെ വളർച്ച അല്ലെ അതിഗംഭീരമാണ്. ജോജി ചേട്ടനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജോജി ചേട്ടൻ ഇപ്പം ജോജി ചേട്ടൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നു. പക്ഷെ അന്ന് ആരോ ചെയ്യുന്ന സമയത്താണെങ്കിലും ജോജി ചേട്ടന്റെ ഡയറക്ടർ ഇൻസ്റ്റിങ്സ് ഭയങ്കര വിസിബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു സീനിന് ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോജി ചേട്ടൻ്റെ കയ്യിൽ ഓപ്ഷൻസ് ആണ്. ഇത് ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഇങ്ങനെ എന്താണ് ബെറ്റർ, എന്താണ് നന്നാവുക എന്ന് ഡയറക്ടർക്കുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കില്ലേ. അപ്പം ഡയറക്ടർ പോയിന്റ് ഓഫ് വ്യൂലൊന്നും അന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുമായിരുന്നു. അല്ലെങ്കിൽ നമ്മളോടാണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇടുമ്പോൾ എന്താന്ന് നമ്മൾ ചെയ്യാന്ന് അവർ ചോദിക്കും. അപ്പൊ അത് വർക്ക് ആവുകയാണെങ്കിൽ അത് ഓക്കെ, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇട്ട് നോക്കാൻ പറ്റുമോ, അതൊന്ന് നോക്കി. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളെ കൂടെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കൂടെ നമ്മളെയും കൂടെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കൂടെ നിർത്തുന്ന ഒരു കോ ആക്ടറാണ് ജോജി ചേട്ടൻ. ആൻഡ് ഫൈനലി ഇത്രയും കഥ പറയാൻ ഇഷ്ടമുള്ള ഒരാളാ അല്ലെ. എപ്പോഴാണ് ഒരു നമുക്കൊപ്പമുള്ള മലയാളത്തിൽ ഉള്ള ഒരു നായികയോ വെച്ച് കഥ പറഞ്ഞുകൊണ്ട് ഒരു സംവിധായികയാകാൻ പോകുന്നത്? അങ്ങനെ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. എളിമയാണോ? എളിമയൊന്നുമല്ല. ഞാൻ ആദ്യം ഒന്ന് അഭിനയം നന്നായി പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യുന്ന ജോലി വൃത്തിക്ക് ചെയ്യാൻ പറ്റും. കഥ എഴുതാൻ കൂടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എഴുതണമെങ്കിൽ ആവശ്യത്തിലധികം ക്ഷമ ആവശ്യമുണ്ട്. എനിക്കൊരു 1 വരി 2 വരിയിൽ കൂടുതൽ ആലോചിച്ച് എഴുതാനുള്ള ഒരു പേഷ്യൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അപ്പോഴേക്ക് റെസ്റ്റ്ലെസ് ആവും. എന്താ വെച്ചാൽ എനിക്ക് ഒരേ സമയം 10 പണി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പം എഴുത്തിന് കുറച്ചും കൂടെ ഒരു സമാധാനവും കുറച്ചും കൂടെ ഒരു ക്ഷമയും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ ഒരു ഫേസിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. എത്തുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കും എന്നുള്ളതല്ലേ? സിനിമ സംഭവിക്കുമോന്ന് എനിക്കറിയില്ല. എഴുതാനും വായിക്കാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അങ്ങനെ സിനിമയിലെ ഇത്രത്തോളം ഒരുപക്ഷെ മലയാളത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ്, പല മേഖലകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകൾ കൊണ്ട് സമ്പന്നമാണ് എന്നുള്ളത് പറയും അല്ലെ. അത്തരത്തിൽ അഭിനയത്തിലായിട്ട് പോകുന്നു. ഒരു മേഖല തിരഞ്ഞെടുക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ ചെയ്യാൻ താല്പര്യം ഏതാണ്? ചെയ്യുകയില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എങ്കിൽ കാരണം സിനിമയിലാണോ? സിനിമയിൽ ആരും പ്രതീക്ഷിക്കാനില്ലായിരിക്കും. എനിക്ക് ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. മേ ബി DOP ഫോട്ടോഗ്രാഫി ഇഷ്ടമാണെന്ന് നന്നായിട്ട് ചെയ്യും എന്നുള്ളതും അനുയാത്രയിലൂടെ കണ്ടതാണ് അല്ലേ?
അങ്ങനെ പറഞ്ഞു തന്നാൽ സന്തോഷം. ആണ്. ഞാൻ ഫോളോ ചെയ്യുന്നത്, ഐ മീൻ അത് കാണാറുണ്ട് നല്ലപോലെ. Thank you. എനിക്ക് അതിനോടൊരു താല്പര്യമാണോ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്താണെന്ന് അറിയില്ല. മേ ബി അതായിരിക്കും. പിന്നെ ഒരു പഠിക്കാൻ ശ്രമിക്കുക. യെസ്, അപ്പൊ അങ്ങനെ സംഭവിക്കട്ടെ. അഭിനേത്രിയോടൊപ്പം തന്നെ അല്ലെ, DOP ആയിട്ടും എനിക്ക് ഡയറക്ടർ നന്നായി ആയിട്ടും അഭിനയിച്ചാൽ റൈറ്റർ ആയിട്ടും മതി. ചെയ്യണ പണി ഇപ്പോഴേ നന്നായി എടുത്താൽ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ എനിക്ക് നിറയെ ഫിലിംസ് നല്ല ക്യാരക്ടേഴ്സ് ചെയ്താൽ മതി. സംഭവിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.